ഞങ്ങളുടെ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീച്ച് ഞങ്ങൾ 4-4:30 ആകുമ്പോഴേക്കും കണി കാണും. അപ്പോൾ കണിയൊക്കെ കണ്ട് അച്ഛൻ കൈനീട്ടം കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കൈനീട്ടം കൊടുത്തിട്ട് വേണം തറവാട്ടിൽ പോകാൻ. അപ്പോൾ ഓരോരുത്തരായിട്ട് കൈനീട്ടം വാങ്ങാണ്. ഞാനും അമ്മയൊക്കെ വേഗം പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണി കണ്ടതും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത് എനിക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും മേടിച്ചു. പിന്നെ അബി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു അരുണ്, അവനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കൈനീട്ടം കൊടുക്കുകയാണ്. പിന്നെ ദേവ എണീച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദേവയ്ക്ക് ഉറക്കക്ഷീണമാണ്. അപ്പോൾ ആദ്യം അവളെ കണിയൊക്കെ കാണിക്കാൻ വിചാരിച്ചു. അവൾ കണ്ടു ഭയങ്കര ഉറക്കത്തിൻ്റെ ഇതാണ്. അവളങ്ങനെ എടുത്തിട്ട് വന്നതാണ് കണി കാണിക്കാൻ വേണ്ടി. കഴിഞ്ഞ് തറവാട്ടിൽ പോയിട്ടോ. തറവാട്ടിൽ ഞങ്ങളെ കാത്തിരിക്കണം എല്ലാവരും. കൈനീട്ടം കൊടുക്കാൻ ആദ്യം അച്ഛൻ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ മാലപ്പടക്കം പൊട്ടിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇത് തറവാട്ടിൽ വെച്ച കണിയാണ്. പിന്നെ അച്ഛൻ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ആദ്യം അച്ഛന് കൊടുക്കട്ടെ, മൂത്ത ആൾക്ക് കൊടുക്കും. പിന്നെ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അച്ഛൻ ഓരോരുത്തർക്ക് കൈനീട്ടം കൊടുക്കാൻ തുടങ്ങി. അതാ എല്ലാരും ആഹ്ലാദിപ്പിൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ. ഞങ്ങളൊക്കെ ആയനെ 4 അച്ഛച്ച ഞങ്ങള് ചതിച്ചു. അനിയന് കൊടുക്കുക. അബി അച്ഛൻ കിട്ടില്ല. അച്ഛൻ കിട്ടിയില്ല. കഴിഞ്ഞോണോ അങ്ങനെ കൊടുക്ക്. സമാധാനായില്ലേ? കിടക്കട്ടെ ഒരു കാല് പിടിക്കല്. ഇനി കുട്ടിക്ക് അവള് VIP ആണ് ഇപ്പോ. എല്ലാം വാങ്ങിച്ചോ വേഗം. കലിപ്പത്തിയാണ്. ചെറുക്കിനാക്ക് അബി ഉമ്മ വെച്ചപ്പോ ചിരിച്ചാ. എത്ര തരാണ്ട്? അടുത്ത അഞ്ജുവിന്റെ ഊഴം എങ്ങനെയാവോ എന്തോ. വാ എല്ലാവരുടെയും കൈനീട്ടൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ കഴിഞ്ഞ് പിന്നെ പടക്കം പൊട്ടിക്കാൻ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ളതും രാവിലെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഒരു ഹാപ്പി വിഷു പറവന്ന. അപ്പോൾ ദേവക്കുട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഞാൻ കുഞ്ഞൊരു ഡ്രസ്സ് എടുത്തിരിക്കുന്നു ഇപ്പോൾ തൽക്കാലം ഇടാൻ.
അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവമോൾക്ക് പനി അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ എടുക്കലൊക്കെ ക്യാൻസലായി. ആ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിക്കും. ആ ഡ്രസ്സ് എന്തായാലും ഡ്രസ്സ് എടുത്തതല്ലേ, അപ്പോൾ അതിട്ടിട്ടൊന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇത് ഞാൻ അവൾക്കൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മേടിച്ചു കേട്ടോ. ഒരു ട്രൗസറും ഒരു ബനിയനും സിമ്പിളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അല്ലേ പൊന്നാ. ഇനിയാണ് പണികൾ കിടക്കുന്നത് അല്ലേ. ദേവമോള് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു, ഒന്ന് കുറുക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കയ്യിൽ നീട്ടൊക്കെ വാങ്ങി കണ്ടല്ലേ. ഞങ്ങൾക്ക് പരിപാടികൾ ഇവിടെ ഉണ്ടല്ലേ, ഓണത്തിൻ്റെ ഓണമെന്നേ ഞങ്ങൾക്ക് വിഷുവിൻ്റെ പരിപാടികളാണല്ലേ. ഹായ് പറ എല്ലാവർക്കും, എല്ലാവരോടും ഹായ്, ഹാപ്പി വിഷു. ഓ അപ്പോൾ ഞങ്ങളിനി ഞാൻ വെള്ളമൊക്കെ അടത്തിയിട്ട് എന്താ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വിഷുവിന് അങ്ങനെ നോൺ വെജ് കഴിക്കണം കേട്ടോ. കഴിക്കണം എന്നല്ല, ഞങ്ങളിവിടെ നോൺ വെജ് ഉണ്ടാവും, അതുപോലെ വെജും ഉണ്ടാവും. അതായത് ചെറിയ പച്ചക്കറി സദ്യ പോലെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ചിക്കനും മേടിക്കും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. അത് കഴിഞ്ഞ് ഇവിടെ പൂജയും തറയും കളിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഞാൻ വീഡിയോ ഇടാം അല്ലേ പൊന്ന. അവളവിടെ പോയിട്ട് കളിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ബാക്കി പണികൾ ചെയ്യാൻ. ഫോണ് പോയിട്ട് അമ്മയുടെ ഫോണും പിടിച്ചിരിക്കുന്ന അബി ഗൈസ്. അവൻ്റെ ഫോണ് മിസ്സായി ഗൈസ്. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എറണാകുളത്ത് വെച്ച് മിസ്സായിരിക്കുന്നു. എടി ദേവയും കളിക്കുകയാണ് കേട്ടോ. ദേവക്കുഞ്ഞി ഇവിടെ പിന്നെ ദേവക്കുഞ്ഞി മാമു ഉണ്ടേ. ദേവയ്ക്ക് ഇതാ ചോറ് കൊടുക്കുകയാണ് കേട്ടോ, ക്യാരറ്റ് കൊണ്ട്. ഹലോ പറ. ഞങ്ങൾ മാമക്കുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പരിപാടി കാണാൻ പോവുകയാണ്. അതായത് കുതിരത്തല എടുക്കാൻ വരുന്നുണ്ട്. അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വരും. അപ്പോൾ അത് കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂതും തരയൊക്കെ കളിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കുതിരത്തല എടുക്കാൻ വരുന്ന ആ ടീമിൻ്റെ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അവരവിടെ പോയി കുതിരത്തല വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഫുഡ് കഴിക്കുക. അത് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും അടുത്ത പരിപാടി തുടങ്ങും അല്ലേ. ഇവിടെ തകർക്കണം കേട്ടോ ഗൈസ്. പൊളിച്ചെടുക്കാണ്. വെറും വാശിയാണ്, കുറുമ്പത്തി വാശി. ചോറും കഴിക്കില്ല, ഭയങ്കര വാശിയാണ്. പൊന്നു ഇന്ന് നല്ല കുട്ടിയാണ്. നമുക്ക് വിഷുവാണ്, 1-ാം തീയതി. നല്ല കുട്ടി അല്ലേ. നോക്കണേയില്ല, മൈൻഡേ ഇല്ല, കലിപ്പത്തില്ല. അപ്പോൾ നമുക്ക് കാണാൻ പോവാം പരിപാടി. കുതിരത്തല എടുക്കുന്നത് കാണാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ചേച്ചി അടുത്ത തലമുറ അതിൻ്റെ അതെ ഫോട്ടോ എടുക്കുക.
സദ്യയാണ് കേട്ടോ. ഞങ്ങൾ വിഷു സദ്യ വല്ലാണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓണമൊക്കെ മതി പറഞ്ഞിട്ട് ഞങ്ങൾ വിഷുവിന് ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. അവിയലുണ്ട്, പപ്പടം, ഇഞ്ചിപ്പുളി അച്ചാർ, സാമ്പാർ, അങ്ങനെയൊക്കെ. പിന്നെ ചിക്കൻ കറി. വിഷുവാണ് ഞങ്ങൾക്ക് ഇതുപോലെ നോണൊക്കെ വെച്ച് കഴിക്കുക. ആ ഇത് ഞങ്ങളുടെ ടീമിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഒരു ബട്ടർഫ്ലൈ ഡാൻസും പിന്നെ എല്ലാവരും ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കാണാൻ പോയി. പിന്നെ ഏത് പൂരത്തിന് പോയാലും അതുപോലെ വേലയ്ക്ക് പോയാലും കാളനും അതുപോലെ പൊട്ടാറ്റോ റിങ്സ്, കുലുക്കി സർബത്ത് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ മെയിൻ പരിപാടിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അതുപോലെ പരിപാടി ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കേണ്ട ഓരോ ഭാഗത്തിൻ്റെയൊക്കെ പിന്നെ വെടിക്കെട്ടൊക്കെ ഉണ്ട്. പിന്നെ കലാശക്കൊട്ടായ എല്ലാ പ്രോഗ്രാമുകളും ഗ്രൗണ്ടിൽ വന്ന് അതുപോലെ പൊതും തരും, കാവ് കയറും, പിന്നെയുള്ള പരിപാടികൾ ഈ കൊട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ, ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലാസ്റ്റത്തെ പരിപാടിയാണ്. അത് കഴിഞ്ഞ് ബാലയൊക്കെയാണ്. അതൊന്നും കാണാൻ നിന്നില്ല. ഇത് കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.